ജിഷമാർക്കല്ല ക്രിമിനലുകൾക്കാണ് കേരളത്തിൽ സംരക്ഷണം ലഭിക്കുന്നതെന്ന് പിണറായി വിജയൻ പറഞ്ഞു. പോലീസിന്റെ ഭാഗത്തു നിന്നും വലിയ വീഴ്ചയുണ്ടായെന്നും പിണറായി വയനാട്ടിൽ വ്യക്തമാക്കി. പോലീസിൽ തന്നെ ക്രിമിനലുകൾക്ക് സംരക്ഷണം കൊടുക്കുന്നവർക്കും ക്രിമിനൽ സ്വഭാവമുള്ളവർക്കുമാണ് മുൻഗണന എന്ന അവസ്ഥ വന്നില്ലേ? അതിൻ്റെ എല്ലാം ഫലമല്ലേ ഇത്? പാവപ്പെട്ട ജിഷമാർക്ക് രക്ഷയില്ലാത്തത് ഇത്തരം പോലീസ് നാട്ടിലുള്ളതുകൊണ്ടല്ലേ? ഇങ്ങനെ പോലീസ് അധപ്പതിച്ചത് 2011 ഉമ്മൻചാണ്ടിയുടെ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ക്രമസമാധാനം തകർത്തു കളഞ്ഞില്ലേ? അതിൻ്റെ ഭാഗമല്ലേ ഇത്? അതുകൊണ്ടാണല്ലോ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നത്. ജിഷയുടെ കൊലപാതകം അന്വേഷിക്കുന്നതിന് പുതിയ അന്വേഷണ സംഘം വേണമെന്ന് കോടിയേരി ബാലകൃഷ്ണൻ ആവശ്യപ്പെട്ടു. സത്യസന്ധമായ അന്വേഷണത്തിന് വനിതാ IGയോ DIGയോ അന്വേഷണ ചുമതല ഏൽപ്പിക്കണമെന്നും കോടിയേരി കോട്ടയത്ത് ആവശ്യപ്പെട്ടു. പോലീസിന്റെ സാന്നിധ്യത്തിൽ കോൺഗ്രസുകാർ നടത്തിയ ആക്രമണം അത്യന്തം അപലപനീയമാണ്. ജിഷ സംഭവവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഓരോന്നായി പുറത്തു കൊണ്ടുവരുന്ന മാധ്യമപ്രവർത്തകന്മാരുടെ വായ് മൂടിക്കെട്ടാനാണ് ഇത്തരത്തിൽ ഒരു സംഘം മാധ്യമപ്രവർത്തകന്മാരെ ആക്രമിക്കുന്ന അവസ്ഥയുണ്ടായത്. മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ ഇത്തരമൊരു സംഭവം നടന്നു എന്നത് വളരെ ഗൗരവമുള്ളതാണ്. ജിഷ സംഭവത്തിൽ ഉമ്മൻചാണ്ടി സർക്കാരിന് ഗൗരവതരമായ വീഴ്ച സംഭവിച്ചിരിക്കുകയാണ്. ഈ പ്രശ്നത്തെ സംബന്ധിച്ച് പോലീസ് ഇപ്പോൾ എടുത്തിരിക്കുന്ന സമീപനം അതിനകത്ത് ദുരൂഹതയുണ്ട്. ഇതിൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ വെളിപ്പെടുത്തിയത് ഒരു പ്രതി മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. കേസന്വേഷണം നടക്കുന്നതിന് മുമ്പ് സംഭവത്തിൽ ഒരു പ്രതി മാത്രമേ ഉള്ളൂ എന്ന് എങ്ങനെ ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന് പറയാൻ കഴിഞ്ഞു? മകളെ തരൂ എന്ന് മുഖ്യമന്ത്രിയോട് ജിഷയുടെ അമ്മ. മറുപടി പറയാനാകാതെ മാധ്യമങ്ങളോട് കയർത്ത് മുഖ്യമന്ത്രി. ഇവരെ ഉന്നയിക്കുന്നു, ഘാതകരെ കണ്ടെത്തണമെന്ന് പറഞ്ഞ് അവർ ഉറക്കെ നിലവിളിക്കുകയാണ്. ഭരണകൂടവും പോലീസും ശ്രമിച്ചിരുന്നെങ്കിൽ ജിഷയുടെ കൊലപാതകം ഒഴിവാക്കാമായിരുന്നുവെന്ന് ഇന്നസെന്റ് MP. ജിഷയുടെ കുടുംബത്തെ സംരക്ഷിക്കേണ്ടത് ഓരോരുത്തരുടെയും കടമയാണെന്നും ഇന്നസെന്റ് പറഞ്ഞു. നമ്മുടെ ഭരണം, പോലീസ് ഇവരൊക്കെ വളരെ ശുഷ്കാന്തിലൂടെ ആലോചിച്ചിരുന്നുവെങ്കിൽ എത്രയോ നേരത്തെ തന്നെ ഇതിൻ്റെ ആളുകളെ കണ്ടുപിടിക്കാമായിരുന്നു. നമുക്ക് ഈ സമയത്ത് ഇവരെ ഒന്ന് ആശ്വസിപ്പിക്കാനേ പറ്റുള്ളൂ. അവരുടെ അമ്മയുടെ സങ്കടവും കാര്യങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ, കാരണം അവർ LLBക്ക് ചേർന്നു, അവരൊരു വക്കീലാവും എന്ന് വിചാരിച്ചു. നമ്മളാലോചിക്കുന്നത് നമ്മുടെ വീട്ടിൽ നമ്മുടെ സഹോദരി അല്ലെങ്കിൽ നമ്മുടെ മകള് ഇങ്ങനൊരു നിലയിൽ വന്നു കഴിഞ്ഞിട്ട് അവളെ ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്കുണ്ടാവുന്ന ഒരു മാനസികാവസ്ഥ നമുക്ക് പിന്നെ ജീവിച്ചിരിക്കണമെന്ന് വരെ തോന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള ഒരു നിലപാടിലാണ് അവരുടെ കരച്ചിലൊക്കെ കേട്ടപ്പോൾ അവർക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. എന്തായാലും നമുക്ക് അതിനകത്ത് ഇപ്പോൾ ദുഃഖിക്കാൻ, അവരുടെ ജീവനൊന്നും നമുക്ക് തിരിച്ചു കൊടുക്കാനായിട്ട് നമുക്ക് പറ്റില്ല. പക്ഷേ ഇനിയുള്ള അവരെയെങ്കിലും സംരക്ഷിക്കേണ്ട കടമ എന്ന് പറയുന്നത് നമ്മളെപ്പോലുള്ള ആളുകൾക്കാണ്. തീർച്ചയായിട്ടും അതിലൊരാൾ ഞാനുമാണ്, അല്ലാതെ ഞാൻ വേറൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല. നീതിക്കൊരു തിരുനാളം. ജിഷയ്ക്ക് നീതി ലഭിക്കണമെന്നാവശ്യപ്പെട്ട് പീപ്പിൾ TVയുടെ ആഭിമുഖ്യത്തിൽ ഇന്ന് മെഴുകുതിരി പ്രതിജ്ഞ. ഇന്ന് വൈകിട്ട് 6 മണിക്ക് തിരുവനന്തപുരത്തും കൊച്ചിയിലും കോഴിക്കോടും മെഴുകുതിരി പ്രതിജ്ഞ നടക്കും. തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിലും കൊച്ചിയിൽ കുറുപ്പുംപടി ജിഷയുടെ വീടിന് സമീപത്തുമാണ് മെഴുകുതിരി പ്രതിജ്ഞ. കോഴിക്കോട് ബീച്ചിലും ജിഷയ്ക്ക് വേണ്ടി അണിചേരൽ നടക്കും.
തിരുവനന്തപുരം പൂജപ്പുര നിർഭയ കേന്ദ്രത്തിൽ പെൺകുട്ടിയെ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തി. മാർത്താണ്ഡം സ്വദേശിനിയായ 16-കാരിയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇന്നലെയാണ് പാലക്കാട്ട് നിന്നും പൂജപ്പുര നിർഭയയിൽ എത്തിയത്. രാവിലെ 9 മണിയോടെയാണ് പെൺകുട്ടിയെ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയത്. പാലക്കാട് നിർഭയയിലായിരുന്ന പെൺകുട്ടിയെ ഇന്നലെയാണ് തിരുവനന്തപുരത്തേക്ക് മാറ്റിയത്. കഴിഞ്ഞ വർഷം ജൂണിൽ കാണാതായ 16-കാരിയെ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് കണ്ടെത്തുകയായിരുന്നു. മാർത്താണ്ഡം സ്വദേശിയായ മാതാവ് ആവശ്യപ്പെട്ട പ്രകാരമാണ് തിരുവനന്തപുരത്തേക്ക് മാറ്റിയത്. സംഭവത്തിൽ അന്വേഷണം വേണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. ഇവിടെ ഉള്ള കുട്ടികളെ എല്ലാം അബ്യൂസ്ഡായിട്ടുള്ള പീഡിപ്പിക്കപ്പെട്ട കുട്ടികളാണ്. ഇവരെല്ലാം സ്കൂളിൽ കൊണ്ടുപോകുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രത്യേക സംവിധാനമില്ല, അതിനുവേണ്ടിയുള്ള പ്രത്യേക വാഹനമില്ല. ഇവിടെ കഴിഞ്ഞ 5-6 മാസങ്ങൾക്ക് മുമ്പാണ് 2 കുട്ടികൾ ഇവിടുന്ന് ഒളിച്ചോടി പിന്നെ പോകുന്നത്. അപ്പോൾ ഇതൊരു മൈതാനത്ത് താമസിക്കുന്നതിൻ്റെ പ്രതീതിയാണ് ഈ സെൻറ്ററിൽ താമസിക്കുന്നത്. പൂജപ്പുര നിർഭയയിൽ ആവശ്യത്തിന് സുരക്ഷയില്ലെന്ന പരാതി നേരത്തെ ഉയർന്നിട്ടുണ്ട്. മാസങ്ങൾക്ക് മുമ്പ് 2 പെൺകുട്ടികളെ ഇവിടെ നിന്നും കാണാതായ സംഭവത്തിലെ അന്വേഷണവും എങ്ങും എത്തിയിട്ടില്ല. സാമൂഹ്യക്ഷേമ വകുപ്പിന്റെ കീഴിൽ പെൺകുട്ടികളെ പുനരധിവസിപ്പിക്കുന്നതിനുള്ള കേന്ദ്രങ്ങളാണ് നിർഭയ. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. ജിഷയ്ക്ക് നീതി ലഭിക്കണമെന്ന ആവശ്യത്തിൽ പീപ്പിൾ ആരംഭിച്ച ഹാഷ്ടാഗ് ക്യാമ്പയിനെ പിന്തുണച്ചുകൊണ്ട് നിരവധി പേരാണ് രംഗത്തെത്തിയത്. ജിഷയുടെ മരണത്തിൽ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗങ്ങളിലെ പ്രമുഖരെല്ലാം അതിശക്തമായാണ് പ്രതികരിക്കുന്നത്. ജിഷയ്ക്ക് നീതി ലഭിക്കുന്നതിനായി പീപ്പിൾ TV ആരംഭിച്ച ഹാഷ്ടാഗ് ക്യാമ്പയിനെ പിന്തുണച്ച് പ്രമുഖർ രംഗത്തെത്തി. മൃഗീയം എന്ന് പറഞ്ഞാൽ മൃഗങ്ങൾക്ക് പോലും അപമാനകരമാവുന്നതിനാൽ അത്യന്തം പൈശാചികം എന്ന ഈ കൃത്യത്തെ വിശേഷിപ്പിക്കാനാവൂ എന്നാണ് VS അച്യുതാനന്ദൻ പ്രതികരിച്ചത്. ഇതുപോലൊരു സംഭവം ഉണ്ടാവുമ്പോൾ പോലീസിന്റെ ഭാഗത്തുനിന്ന് അടിയന്തരമായി ഉണ്ടാകേണ്ട ചില കാര്യങ്ങളുണ്ട്. ഇവിടെ അതൊന്നും ഉണ്ടായിട്ടില്ലെന്നും VS ഫേസ്ബുക്കിലൂടെ പ്രതികരിച്ചു. കേരളത്തെ ഞെട്ടിപ്പിച്ച സംഭവമാണ് ജിഷയുടെ കൊലപാതകമെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി പ്രതികരിച്ചു. കേരളത്തിൽ ഒരിക്കലും നടക്കാൻ പാടില്ലാത്തതാണ് നടന്നതെന്നും ഈ ക്രൂരത കാട്ടിയവർക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ജിഷയുടെ ഘാതകരെ പിടികൂടാതെ പോലീസ് ഒളിച്ചുകളിച്ചത് കേരള ജനത ആശങ്കയോടെ കാണുന്നുവെന്ന് പിണറായി വിജയൻ പ്രതികരിച്ചു. ജിഷയുടേത് ഒറ്റപ്പെട്ട അനുഭവമല്ലെന്നും കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ കേരളത്തിൽ സ്ത്രീകൾക്ക് നേരെ ഉണ്ടാകുന്ന കുറ്റകൃത്യങ്ങളുടെ കണക്ക് അമ്പരപ്പിക്കുന്നതാണെന്നും പീപ്പിൾ TVയുടെ ഹാഷ്ടാഗ് ക്യാമ്പയിനെ പിന്തുണച്ചുകൊണ്ട് പിണറായി വിജയനും ഫേസ്ബുക്കിൽ പ്രതികരിച്ചു. ഇന്നലെ വരെ പല കാര്യങ്ങളിലും മലയാളി എന്ന പേരിൽ അപമാനിച്ചിരുന്നെന്നും ഡൽഹിയിൽ നിർഭയ എന്ന് വിളിക്കപ്പെട്ട പെൺകുട്ടി പിച്ചു ചീന്തപ്പെട്ടപ്പോഴും ഉത്തരേന്ത്യയിൽ പലയിടത്തും സ്ത്രീത്വത്തിനു നേരെ അപമാനിക്കലിന്റെ നഖമുനകൾ നീണ്ടപ്പോഴും നമ്മൾ അഹങ്കരിച്ചെന്നും പക്ഷേ പെരുമ്പാവൂരിലെ ജിഷ എന്ന പെൺകുട്ടിയുടെ അനുഭവത്തിനു മുന്നിൽ ഓരോ മലയാളിയുടെയും ശിരസ് അപമാനത്താൽ താഴ്ന്നു പോകുന്നുവെന്നും മമ്മൂട്ടിയും പ്രതികരിച്ചു. പീപ്പിളിന്റെ ഹാഷ്ടാഗ് ക്യാമ്പയിനെ പിന്തുണച്ചുകൊണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. പ്രൊഫൈൽ ചിത്രങ്ങളിൽ കറുപ്പിട്ടുകൊണ്ടാണ് ആഷിഖ് അബു അടങ്ങുന്ന പ്രമുഖർ പ്രതികരിച്ചത്. ഡൽഹിയിൽ നിന്ന് പെരുമ്പാവൂരിലേക്കുള്ള ദൂരമല്ല, പെരുമ്പാവൂരിൽ നിന്ന് വീട്ടിലേക്കെന്നാണ് ദുൽഖർ സൽമാൻ പീപ്പിളിന്റെ ഹാഷ്ടാഗിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പറഞ്ഞത്. ഇനിയൊരു ജിഷ ഉണ്ടാകരുതെന്നും ഓരോ സ്ത്രീക്കും കാവലാകണമെന്നുമാണ് പീപ്പിൾ TVയുടെ ഹാഷ്ടാഗിനെ പിന്തുണച്ച പ്രമുഖരുടെ അഭിപ്രായങ്ങൾ. ഇത്തരത്തിൽ പീപ്പിൾ ക്യാമ്പയിനെ പിന്തുണച്ച് നിരവധി പേരാണ് രംഗത്തെത്തിയത്. ന്യൂസ് ഡെസ്ക്, പീപ്പിൾ TV. ജിഷയുടെ പോസ്റ്റ്മോർട്ടവുമായി ബന്ധപ്പെട്ട നടപടികളിൽ ദുരൂഹത. ജിഷയുടെ ശരീരത്തിൽ 38 മുറിവുകളുണ്ട്. പോലീസ് പോസ്റ്റ്മോർട്ടത്തിന്റെ വീഡിയോ എടുത്തില്ല. പോസ്റ്റ്മോർട്ടം സമയത്ത് RDOയുടെ സാന്നിധ്യം ഉറപ്പുവരുത്തിയില്ല. മെഡിക്കൽ സർജന് പകരം പോസ്റ്റ്മോർട്ടം നടത്തിയത് PG വിദ്യാർത്ഥികൾ. ജിഷയുടെ മൃതദേഹം വീട്ടിലേക്ക് കൊണ്ടുപോയില്ലെന്ന് മാത്രമല്ല, അമ്മയെ മൃതദേഹം കാണിച്ചത് ശ്മശാനത്തിൽ വെച്ചുമാണ്. അതേസമയം ആഭ്യന്തര മന്ത്രിയുടെ ക്യാമ്പ് ഓഫീസിലേക്ക് ഇത്തരം പ്രതിഷേധങ്ങൾ, ഇത്തരം വീഴ്ചകളൊക്കെ നിലനിൽക്കുന്ന ഘട്ടത്തിൽ ആഭ്യന്തരമന്ത്രിയുടെ ക്യാമ്പ് ഓഫീസിലേക്ക് 4 മണിക്ക് DYFIയുടെ CPM പ്രതിഷേധ മാർച്ച് നടത്തും. വിശദാംശങ്ങൾ നൽകാൻ ഇപ്പോൾ ഷാജഹാൻ ചേരുന്നു. ഷാജി, ഒക്കെയും വിവരങ്ങൾ. പ്രതീക്ഷ, പെൺകുട്ടിയുടെ കഴിഞ്ഞ ദിവസം ക്രൂരമായി കൊല ചെയ്യപ്പെട്ട പെൺകുട്ടിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പോലീസിൽ നിന്ന് കൈമാറിയിട്ടുണ്ട്. ശരീരത്തിൽ 38 മുറിവുകളുണ്ടെന്നാണ് റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത്. ശ്വാസം മുട്ടിയാണ് പെൺകുട്ടി കൊല്ലപ്പെട്ടിരിക്കുന്നത്. അതിനുശേഷമാവാം ശരീരത്തിൽ മൃഗീയമായിട്ടുള്ള മൂർച്ചയേറിയ ആയുധം കൊണ്ടുള്ള കുത്തലും മറ്റും ഉണ്ടായതെന്നാണ് സംശയിക്കുന്നത്. ഇതോടൊപ്പം തന്നെ പെൺകുട്ടിയുടെ ശരീരത്തിന്റെ പിൻഭാഗത്ത് പല്ലിന്റെ മുറിവുകളുമുണ്ട്. ഇതിന്റെ സാമ്പിളുകളും DNA ടെസ്റ്റിനായിട്ട് അയച്ചിട്ടുണ്ട്. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് പെൺകുട്ടിയുടെ വളരെ ക്രൂരമായിട്ടുള്ള ഒരു കൊലപാതകമായിരുന്നു എന്നുള്ളത്, ബലാത്സംഗം അടക്കമുള്ള കാര്യങ്ങൾ നടന്നിട്ടുണ്ട് എന്ന തന്നെ തരത്തിലാണ് റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. ഇതിന്റെ കൂടുതൽ വിവരങ്ങൾക്കായി തിരുവനന്തപുരത്ത് ഈ ശരീരത്തിന്റെ ആന്തരിക അവയവങ്ങളുടെ ഭാഗങ്ങളൊക്കെ തന്നെ തിരുവനന്തപുരത്തേക്ക് അയച്ചിരിക്കുകയാണ്.
കൂടുതൽ വിശദാംശങ്ങൾ പിന്നീട് ലഭിക്കുകയുള്ളൂ. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായ അനാസ്ഥയാണ്. കാരണം ഇത്തരത്തിലുള്ള സംഭവം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കൊലപാതകം നടക്കുമ്പോൾ പോലീസ് സാധാരണഗതിയിൽ റവന്യൂ അധികാരികളോ അല്ലെങ്കിൽ RDO അത്തരത്തിലുള്ള ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ വീഡിയോ റെക്കോർഡിങ്ങോട് കൂടിയായിരിക്കും ഇത്തരത്തിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തീകരിക്കുക. പക്ഷേ ഇത്തരത്തിലൊരു നടപടി പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായില്ല. മാത്രമല്ല വളരെയധികം അനാസ്ഥ പോലീസ് ഇതിനോട് കാട്ടിയെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഗൗരവകരമായിട്ടുള്ള ഒരു അന്വേഷണം പോലീസിന്റെ ഭാഗത്തു നിന്നും ഇതിനോടകം ഉണ്ടാകാത്തതും ഇത്തരത്തിൽ പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായ അനാസ്ഥ തന്നെയാണ്. ഇത്തരം സംഭവങ്ങളിലൊക്കെ തന്നെ പ്രതിഷേധിച്ചുകൊണ്ട് ഇന്ന് ഹരിപ്പാട് ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ ക്യാമ്പ് ഓഫീസിലേക്ക് CPM പ്രവർത്തകരുടെ നേതൃത്വത്തിൽ മാർച്ച് വെച്ചിട്ടുണ്ട്. പ്രതിഷേധ മാർച്ചാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. ജില്ലയുടെ വിവിധ പ്രദേശങ്ങളിലും അതുപോലെ തീരദേശ മേഖലയിലടക്കം ശക്തമായ പ്രതിഷേധമാണ് ഈ പെൺകുട്ടിയുടെ മരണത്തിലും അല്ലെങ്കിൽ അതിന് ഉത്തരവാദിയായ സർക്കാരിനുമെതിരെ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. ഷാജി, അവിടെ പോലീസിന്റെ ഇത്തരത്തിലുള്ള ഇടപെടലിലുണ്ടായ വീഴ്ചകൾ അതുതന്നെയാണ് ഇപ്പോഴും അന്വേഷണത്തിന്റെ ദിശ ഇപ്പോഴും ഇരുട്ടിലേക്ക് എത്തിക്കുന്ന ഒരു സാഹചര്യം. ഒരു തെളിവുകൾ പോലും ഈ നിമിഷം വരെയും ക്രോഡീകരിക്കാനോ അല്ലെങ്കിൽ അതിന്റെ ഒരു ചെറിയ അംശം പോലും കണ്ടെത്താൻ കഴിയാത്ത ഒരു സാഹചര്യം. ഇപ്പോഴും സംശയമുള്ളവരെ മാത്രം കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്നു. 7-ാം ദിവസം പിന്നിടുമ്പോഴും ഇതൊക്കെയും തുടക്കത്തിൽ കണ്ട ആ നിസ്സംഗത കാണിക്കാൻ അല്ലെങ്കിൽ എടുത്ത ആ ഒരു ലാഘവ ബുദ്ധിയോടുകൂടി എടുത്ത പെരുമാറ്റങ്ങൾ ഇതൊക്കെയും പിന്നീട് ഫോറൻസിക് അല്ലെങ്കിൽ പോസ്റ്റ്മോർട്ടത്തിന് എത്തുന്ന ഘട്ടത്തിലും പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി എന്നാണോ ഇപ്പോൾ ഈ പോസ്റ്റ്മോർട്ടം നടത്തിയവരടക്കം പറയുന്നത്? തീർച്ചയായിട്ടും. കാരണം ഈ പോസ്റ്റ്മോർട്ടം നടത്തിയ ഫോറൻസിക് സർജൻ അടക്കം പറയുന്നത് ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇത്രയും ക്രൂരമായ രീതിയിലുള്ള ഒരു കൊലപാതകം പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ടി വന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം വളരെ ക്രൂരമായിട്ടുള്ള, കേരളം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ഗൗരവകരമായിട്ടുള്ള ഒരു അല്ലെങ്കിൽ അത്തരത്തിൽ ക്രൂരമായിട്ടുള്ള ഒരു സംഭവമാണ് നടന്നത്. അതിന് പോലീസിന്റെ ഭാഗത്തു നിന്നും കാര്യമായ ഒരു ഇടപെടൽ ഉണ്ടായില്ല. 4-5 ദിവസം കഴിഞ്ഞിട്ടും പോലീസ് ഈ കേസുമായി ബന്ധപ്പെട്ട് യാതൊരു അന്വേഷണവും നടത്തിയില്ല. നമുക്കറിയാം, ഒരു ദളിത് പെൺകുട്ടി ആയതുകൊണ്ട് തന്നെയാവാം മുകളിൽ നിന്നും മന്ത്രിമാരടക്കമുള്ളവരുടെ ഭാഗത്തു നിന്നും കാര്യമായ ഒരു ഇടപെടലും ഉണ്ടായില്ല. ഇത്തരത്തിൽ വാർത്തകൾ പുറത്തു വന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണവും അല്ലെങ്കിൽ ആഭ്യന്തരമന്ത്രി അടക്കം സംഭവ സ്ഥലത്തെത്താനും ഒക്കെ കാരണമായത്. അതുകൊണ്ട് തന്നെ പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള വീഴ്ച തന്നെയാണ് ഇത്തരത്തിലൊരു അനാസ്ഥയിലേക്ക്, പോലീസിന്റെ അനാസ്ഥ തന്നെയാണ് ഇത്തരം ഒരു സംഭവത്തിൽ കൊണ്ടെത്തിച്ചതെന്നാണ് പൊതുവെ ഉയർന്നു വരുന്ന ആരോപണം. ഷാജിയാണ് വിവരങ്ങൾ നൽകിയത്. ജിഷയുടെ കൊലപാതകത്തിൽ പ്രതിയെന്ന് സംശയിക്കുന്ന ആൾ കുറ്റം സമ്മതിച്ചില്ല. ഇയാൾ ഉൾപ്പെടെ 3 പേരെ പോലീസ് രഹസ്യ കേന്ദ്രത്തിൽ ചോദ്യം ചെയ്യുകയാണ്. പിടികൂടിയ ആളെ പെരുമ്പാവൂരിലേക്ക് കൊണ്ടുവരില്ല. സംശയമുള്ള 7 പേർ കസ്റ്റഡിയിലുണ്ട്. പ്രതിയെന്ന് സംശയിക്കുന്ന ആളുടെ രേഖാചിത്രം പോലീസ് പുറത്തുവിട്ടു. വിവരങ്ങൾ ഉമേഷ് നൽകും. ഉമേഷ്, ഇപ്പോൾ എത്തി നിൽക്കുന്ന ഘട്ടം ഏതെങ്കിലും ഒരു പുരോഗതി അവകാശപ്പെടാൻ കഴിയുന്നുണ്ടോ പോലീസ് സംവിധാനത്തിന്? പ്രജീഷ്, പ്രതിയെ ഉടൻ പിടികൂടില്ല എന്ന സൂചനയാണ് ഇപ്പോൾ ഉള്ളത്. ഇതിന് കാരണം എന്തെന്നാൽ കഴിഞ്ഞ ദിവസങ്ങളായി 3 പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. ഈ കസ്റ്റഡിയിലെടുത്തവർക്ക് ഒന്നും തന്നെ കൊലപാതക കേസുമായി ബന്ധമില്ലാത്ത ഒരു അവസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത്. ഇവരെ ചോദ്യം ചെയ്യലിൽ നിന്ന് ഇവർ കുറ്റം സമ്മതിച്ചിട്ടുമില്ല. ഇവർക്ക് ഈ കുറ്റകൃത്യം ചെയ്തു എന്ന് തെളിയിക്കാനുള്ള തെളിവും പോലീസിന് ലഭിച്ചതുമില്ല. ഇത്തരത്തിൽ മണിക്കൂറുകളോളം ചോദ്യം ചെയ്തെങ്കിലും ഇവരിൽ നിന്ന് കാര്യമായ ഒന്നും തന്നെ ലഭിക്കാത്ത സാഹചര്യത്തിലാണ് വലിയൊരു പ്രതിസന്ധി ഉടലെടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇനി അവശേഷിക്കുന്ന തെളിവുകളൊന്നും അവശേഷിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. പോലീസിൻ്റെ കയ്യിൽ ആകെ ഉണ്ടായിരുന്ന തെളിവെന്ന് പറയുന്നത് ഒരു കത്തി മാത്രമാണ്, ഒരു ആയുധം മാത്രമാണ്. ഈ ആയുധത്തിൽ ഉള്ള വിരലടയാളം ഫിംഗർ പ്രിൻ്റ് ഉപയോഗിച്ചാണ് പോലീസ് പരിശോധിക്കുന്നത്. ഈ ഫിംഗർ പ്രിൻറ്റും കസ്റ്റഡിയിലെടുത്തവരുടെ ഫിംഗർ പ്രിൻറ്റും വെച്ച് പോലീസ് ഒത്തുനോക്കുകയുണ്ടായി. എന്നാൽ ഇതിലൊന്നും സാദൃശ്യമില്ല. അതുകൊണ്ട് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട നിഗമനത്തിൽ അവർക്കെത്താം. ഇതിൽ ഇവർക്ക് പങ്കില്ല എന്ന പ്രധാനപ്പെട്ട നിഗമനത്തിലേക്ക് അവർ എത്തുന്നു. അപ്പോൾ പിന്നെ ഇനി ആരെ എന്നുള്ള ചോദ്യം പോലീസിന് മുന്നിൽ വരുന്നു. അതിന് വിവിധ അന്വേഷണ രീതികൾ ഇനി പോലീസിന് അവലംബിക്കേണ്ടി വരും. പ്രത്യേകിച്ചും ജിഷയുടെ മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലോ അസ്വാഭാവികമായി ഒന്നും തന്നെ കാണാൻ കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. ഇനി അറിയാനുള്ളത് ഈ സമയത്ത്, അതായത് കുറ്റകൃത്യം നടന്ന സമയത്ത് അസ്വാഭാവികമായുമല്ല മൊബൈൽ ഫോൺ കോളുകൾ വല്ലതും അവിടെ വന്നിട്ടുണ്ടോ എന്നുള്ളതാണ് അറിയേണ്ടത്. അതിന് ടവർ ലൊക്കേഷൻ കേന്ദ്രീകരിച്ചുള്ള വളരെ ബൃഹത്തായ അന്വേഷണം തന്നെ നടത്തേണ്ടി വരും. അതുതന്നെ ബൃഹത്താണെന്ന് പറയാൻ കാരണം ഒരു മണിക്കൂറിൽ തന്നെ നിരവധി 2000-ഓളം കോളുകളാണ് ഈ ടവർ ലൊക്കേഷന് കീഴിൽ ഉണ്ടാവുക എന്നാണ് പറയുന്നത്. അതും ഒരു ടവർ ലൊക്കേഷനിൽ മാത്രമാണ്. ഇത്തരത്തിൽ നിരവധി ടവർ ലൊക്കേഷനുകൾ കേന്ദ്രീകരിച്ച പോലീസിന് പരിശോധിക്കേണ്ടി വരും. അതും പ്രതി മൊബൈൽ ഫോൺ ഉപയോഗിച്ചെങ്കിൽ മാത്രമേ അത്തരത്തിലൊരു അന്വേഷണത്തിന് പ്രസക്തിയും വരുന്നുള്ളൂ. പിന്നൊന്ന്, ഇത്തരത്തിൽ സമാനമായ കുറ്റകൃത്യം ചെയ്തവർ വല്ലവരും ഉണ്ടോ എന്നുള്ളതാണ്. മറ്റ് പോലീസ് സ്റ്റേഷനുകൾക്ക് കീഴിൽ ഇത്തരത്തിലുള്ള ഭീകരമായ കുറ്റകൃത്യം ചെയ്തവരുടെ ലിസ്റ്റ് പോലീസിന് ശേഖരിക്കേണ്ടി വരും.
ആ രീതിയിലുള്ള അന്വേഷണങ്ങൾക്ക് മാത്രമാണ് ഇനി പ്രായോഗികമായി പോലീസിന് മുൻപിലുള്ളത്. നിലവിൽ ഈ കസ്റ്റഡിയിലെടുത്തവർക്കൊന്നും തന്നെ പങ്കില്ല എന്ന് തെളിഞ്ഞ സാഹചര്യത്തിൽ ഒരു ശൂന്യാവസ്ഥയിലാണ് പോലീസ് ഇപ്പോൾ ഉള്ളത്. ഇനിയും തെളിവുകൾ കിട്ടാത്തതാണ് പോലീസിനെ ഏറ്റവും വലിയ പ്രതിസന്ധിയിലാക്കുന്നത്. ഇപ്പോൾ സമീപവാസികൾ കൊടുത്ത മൊഴി അനുസരിച്ച് ഒരു രേഖാചിത്രം തയ്യാറാക്കിയത് മാത്രമാണ് ഇപ്പോൾ ഉള്ളത്. അത് രേഖാചിത്രം പോലീസ് പുറത്തുവിടുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും വളരെ ശ്രമകരമായ രീതിയിലേക്കാണ് ഇനി അന്വേഷണം പോകേണ്ടത്. അതോടൊപ്പം രമേശ് ചെന്നിത്തല പെരുമ്പാവൂരിലേക്ക് വീണ്ടും എത്തുമെന്നുള്ള വാർത്തയും വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ ക്രൈംബ്രാഞ്ച് അന്വേഷണം പ്രഖ്യാപിക്കുമെന്നും പറയുന്നു. ക്രൈംബ്രാഞ്ച് അന്വേഷണം പ്രഖ്യാപിച്ചാൽ തന്നെ ഇതേ സാഹചര്യം തന്നെയാണ് അവർക്ക് മുൻപിലും ഉള്ളത്. മറ്റൊരു ഏജൻസി അന്വേഷിക്കുന്നു എന്നതൊഴിച്ചാൽ ഈ പറഞ്ഞ പ്രക്രിയയെല്ലാം അവരും ആവർത്തിക്കേണ്ടതായി വരും. ഈ രീതിയിലുള്ള അന്വേഷണം പ്രക്രിയ വീണ്ടും തുടരേണ്ടി വരും. തെളിവുകൾ ലഭിക്കാത്തത് തന്നെയാണ് ഏത് ഏജൻസി അന്വേഷിച്ചാലും അവരെ പ്രതിസന്ധിയിലാക്കുന്നത്. എന്തുതന്നെയായാലും ഉടനടി ഒരു പ്രതിയെ ഇതുമായി ബന്ധപ്പെട്ട പ്രതിയെ അറസ്റ്റ് ചെയ്യാനുള്ള സാഹചര്യം ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാം. അതായത് ഉമേഷ് ആദ്യ ദിവസങ്ങളിൽ കാട്ടിയ ആ ഒരു വീഴ്ചകൾ 5 ദിവസം അല്ലെങ്കിൽ 4-5 ദിവസങ്ങൾ, അതുപോട്ടെ 1-2 ദിവസങ്ങളാണെങ്കിൽ കൂടിയും അന്നൊക്കെ ഒരുപക്ഷെ ശേഖരിക്കപ്പെടാവുന്ന തെളിവുകളൊക്കെയും ഉണ്ടായിരുന്നു. ഫോറൻസിക് വിരലടയാളം ഒക്കെ ഉൾപ്പെടെയുള്ള സാഹചര്യങ്ങളൊക്കെയും അതിനുശേഷം പലരും ഒരുപക്ഷെ വന്ന് പോയിരിക്കാം. ആ സാഹചര്യത്തിലൊക്കെ തന്നെ തെളിവുകൾ ചെറിയ തോതിലെങ്കിലും നഷ്ടപ്പെട്ടിരിക്കാം. ആ ചെറിയ അംശം പോലും ഈ അന്വേഷണഗതിയിൽ വളരെ സുപ്രധാനമായി മാറുമായിരുന്നു. അങ്ങനെ പോലീസിൻ്റെ ഇടപെടലിലൂടെ ഒരുപക്ഷെ പ്രതിയെന്ന് നമ്മൾ ഇന്നും കണ്ടെത്താത്ത ആ ആൾ ഒരുപക്ഷെ സംസ്ഥാനം വിട്ടിരിക്കുക. അങ്ങനെ പല കാര്യങ്ങൾ ഒരുപക്ഷെ 5 ദിവസത്തിനുള്ളിൽ പോലീസ് ഉറങ്ങിക്കിടന്ന സമയത്ത് സംഭവിച്ചിരിക്കാം. ഇതൊക്കെയും അങ്ങനെ പോലീസിൻ്റെതടക്കമുള്ള ഇടപെടലിലെ പാളിച്ചകൾ വ്യക്തമായി മാറുകയാണോ? അതാണോ ഇപ്പോഴും ഈ ഒരു ചെറിയൊരു സർക്കിളിൽ കിടന്ന് ഓടേണ്ട ഒരു സാഹചര്യത്തിലേക്ക് പോലീസ് പോകുന്നത്? പുതിയൊരു അന്വേഷണ ഏജൻസി ആഭ്യന്തരമന്ത്രി വന്ന് അവിടെ പ്രഖ്യാപനം നടത്തി പുതിയൊരു അന്വേഷണ ഏജൻസിയെ ഏൽപ്പിച്ചാലും ഈ പറയുന്ന സാഹചര്യങ്ങളൊക്കെ അപ്പോഴും നഗ്നമായും പ്രകടമായും നിലനിൽക്കുകയല്ലേ ചെയ്യുന്നത്? തീർച്ചയായും അങ്ങനെയാണ്. കാരണം പോലീസ് ആദ്യ ദിവസങ്ങളിൽ പോലീസിനുണ്ടായ ജാഗ്രത കുറവ് പോലീസിന് വലിയൊരു തിരിച്ചടിയാണ് ഇപ്പോൾ ഉണ്ടാക്കിയിരിക്കുന്നത്. വലിയൊരു വീഴ്ച വരുത്തിയത് കാരണം വലിയൊരു തിരിച്ചടി ഇപ്പോൾ പോലീസിന് നേരിട്ടിരിക്കുന്നു. തെളിവുകളെല്ലാം അപ്രത്യക്ഷമായിരിക്കുന്നു. പ്രജീഷ് സൂചിപ്പിച്ചതുപോലെ ഈ പ്രതി എന്ന യഥാർത്ഥ കുറ്റകൃത്യം ചെയ്ത പ്രതി ഇപ്പോൾ ഒരു പക്ഷേ ഇവിടെ നിന്ന് കടന്നു കളയാനുള്ള സാധ്യത കൂടി തള്ളിക്കളയാൻ കഴിയില്ല. കാരണം കുറ്റകൃത്യം നടന്ന ഇന്നിപ്പോൾ 7 ദിവസം പിന്നിട്ടിരിക്കുന്നു. 2-3 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് പോലീസ് യഥാർത്ഥ അന്വേഷണം തന്നെ ആ രീതിയിലുള്ള അന്വേഷണം തന്നെ ആരംഭിക്കുന്നത്. ഇതിനകം തന്നെ തെളിവുകൾ നശിപ്പിക്കപ്പെടാനുള്ള സാഹചര്യം ഏറെയാണ്. അതിന് പുറമെ ഇപ്പോൾ 7-ാം ദിവസത്തിലേക്ക് എത്തി നിൽക്കുമ്പോൾ പ്രതി തന്നെ കടന്നു കളയാനുള്ള സാഹചര്യം തന്നെയാണ് അവശേഷിക്കുന്നത്. എന്തു തന്നെയായാലും ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തവരാരും പ്രതികളല്ല, അല്ലെങ്കിൽ അവർക്ക് ഇതുമായി ബന്ധമില്ല എന്ന് വരുമ്പോൾ ഇനി ആരാണ് ഇനി കസ്റ്റഡിയിലാവാനുള്ളത് എന്നാണ് ഇനി അറിയേണ്ടത്. ഇവരുടെ ബന്ധുക്കൾ പറഞ്ഞതനുസരിച്ച് വിളിച്ചവരെല്ലാം പോലീസ് അവരുടെ മൊഴികളെല്ലാം ശേഖരിച്ചിട്ടുണ്ട്. സംശയമുള്ളവരെല്ലാം ചോദ്യം ചെയ്തിട്ടുണ്ട്. അപ്പോഴും യഥാർത്ഥ പ്രതിയിലേക്ക് എത്താൻ പോലീസിന് ഇപ്പോഴും സാധിച്ചിട്ടില്ല. ഇനി ശാസ്ത്രീയമായ രീതി മാത്രമാണ് അവലംബിക്കാനുള്ളത്. നേരത്തെ പറഞ്ഞതുപോലെ മൊബൈൽ ഫോൺ ടവർ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണവും മറ്റുമാണ് ഇനി അവശേഷിക്കുന്നത്. അത് ഈ ഏജൻസിയല്ല, ഇനി ക്രൈംബ്രാഞ്ചിനോ മറ്റേ ഏജൻസിക്കോ കൈമാറിയാൽ തന്നെ ഇത് തന്നെയാണ് ആവർത്തിക്കേണ്ടി വരിക. എന്തായാലും ഉടനടി ഇപ്പോൾ ആഭ്യന്തരമന്ത്രിയോ മുഖ്യമന്ത്രിയോ പറഞ്ഞതുപോലെ ഉടൻ പ്രതിയെ പിടികൂടും എന്ന വാദത്തിന് ഇനി അടിസ്ഥാനമില്ലാതായിരിക്കുന്നു. കെ. ഉമേഷാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്.